അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. അതിപ്പം പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അടുത്ത് നമ്മുടെ ഇവിടെ ശ്രീഭൈരവിയിൽ പഠിക്കാൻ വരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വളരെ പെട്ടെന്ന് വേഗം പഠിച്ചു, ചിലർ വേഗം പഠിച്ചപ്പോൾ അത് സ്റ്റക്കാവും, പിന്നെ കുറേ കാലം എടുത്തിട്ടാണ് പിന്നെ അടുത്തൊരു ആ ഒരു ഫ്ലോ വരുന്നത്. ചിലവർ വളരെ പതുക്കെ പഠിക്കുന്നു, ചിലവർ തുടങ്ങി വെക്കും, പിന്നെ അവരുടെ വാസനകളുടെ പുറകിനൊക്കെ പോയി കുഴികളിൽ നിന്നും കുഴികളിലേക്ക് വീണ് പലതര പരിപാടികളിലും പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ചിലവർ സാധനയും വാസനയും കൂടെ തമ്മിലുള്ളൊരു ഫൈറ്റിനിടയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. പലരും പല രീതിയാണ്. അതവരുടെ കർമ്മഫലത്തിൻ്റെയും അവരുടെ ചിത്തശുദ്ധിക്കും ബേസ് ചെയ്തിരിക്കും. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി പോലെ അവരുടെ ചിത്തശുദ്ധി പോലെ ഇരിക്കും അത് അവരുടെ വളർച്ച. ഇതെന്നല്ല, ഏത് മേഖലയിലും അങ്ങനെയാണ്. അപ്പോൾ അത് എത്ര സമയമെടുക്കും എന്നുള്ളതൊക്കെ സമയം ആപേക്ഷികമാണ്. അത് പറയാൻ പറ്റില്ല. അതൊരുത്തരുടെ യോഗ്യത പോലെ ഇരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ക്ലിയർ ആവാം, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് ക്ലിയർ ആവാം, ചിലപ്പം ഒരു ജന്മം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും, ചിലപ്പം ജന്മജന്മാന്തരങ്ങൾ എടുക്കേണ്ടി വരും. അതത്രയേ ഉള്ളൂ. അതാ ഒരു ജ്ഞാനം, അതിൻ്റെ ഒരു ജ്ഞാനം, ഈശ്വരീയ വിഷയത്തിലെ ഒരു ജ്ഞാനം ഒക്കെ ആ സോളിനുണ്ടാവേണ്ടതാണ്. ആ വാസനാഗുണം അത് ചിലവർക്ക് പെട്ടെന്ന് ഉണ്ടാവും, ചിലവർക്ക് കുറച്ചേ കാണത്തുള്ളൂ. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊന്നും നമുക്കൊരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാക്കുകളുടെ ലിമിറ്റേഷൻ കൊണ്ട്, നമുക്ക് സാഹചര്യങ്ങളുടെ ലിമിറ്റേഷൻ കൊണ്ട് ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് ഇറക്കാൻ നമുക്ക് പറ്റത്തും ഇല്ല. മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ. എങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ അന്വേഷണമാണ്, നിങ്ങളുടെ ആഗ്രഹമാണ് നമ്മളെ അവിടെ എത്തിക്കുന്നത്. നമ്മളെന്തിലും അങ്ങനെയല്ലേ, നമ്മുടെ ആഗ്രഹങ്ങളല്ലേ നമ്മളെ അവിടെ എത്തിക്കുന്നത്.